നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരുപാട് നേതാക്കളെ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ മിസോ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിലെ പഴയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലാനന്ദനടക്കം പലരും ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. നായനാരടക്കം ഒളിവിൽ പോയ കഥകൾ നമുക്കറിയാം. അതുപോലെ നിരവധി ദേശീയ തലത്തിൽ തന്നെ മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായണൻ, ഇങ്ങനെ പലരെയും അത്തരത്തിൽ ജയിലിൽ അടച്ചിട്ടുണ്ട്, ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ക്രൂരമായ മർദ്ദനം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അത് ഓർമ്മിപ്പിക്കേണ്ടത് പുതിയ അടിയന്തരാവസ്ഥയുടെ കാലത്ത് വളരെ നിർണായകമാണ്. കാരണം ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ജോർജ് ഫെർണാണ്ടസിന്റെ അടുത്ത അനുയായി എന്ന അർത്ഥത്തിൽ കേരളത്തിൽ തമ്പാൻ തോമസിനെ പോലുള്ളവരെ വിട്ടതുപോലെ സ്നേഹലതാ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തിടുന്നു. സ്നേഹലതാ റെഡ്ഡി ജയിലിൽ കിടന്ന് വളരെ ക്ഷീണിതയായി പുറത്തു വന്ന് പിറ്റേ ദിവസം മരിക്കുന്നു. അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട നാടകം തന്നെയാണ്. രാഷ്ട്രീയമായി അത് ശരിയുമാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ വശം, അതിൽ അവതരിപ്പിച്ച കഥാപാത്രം ബിക്കിനി ഇട്ടിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഹാഫ് ട്രൗസർ ഇട്ടിട്ടാണ് വന്നത് എന്നൊക്കെയാണ് ഇവിടുത്തെ സദാചാരവാദികളുടെ ഏറ്റവും വലിയ വാദം. ഇവര് സിനിമ കാണുന്നില്ലേ? ഇവര് നാടകം കാണുന്നില്ലേ? ഇവര് തെരുവിലേക്ക് നോക്കുന്നില്ലേ? ഇത്രയധികം സീരിയലുകൾ കാണും. ഇവര് സ്വിമ്മിംഗ് പൂൾ പോകുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് ഷോർട്ട്സ് ഇട്ട സ്ത്രീ ഒരു സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിംബമായി ഇവർ കാണുന്നു? അതിന് കാരണം ഇവരുടെ ഉള്ളിലെ വൾഗാരിറ്റിയാണ്. ഇത് വിമർശിക്കുന്ന ആളുകളുടെ. ഞാൻ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ആളല്ല. കാരണം ഇതൊക്കെ കാണുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിലുള്ളത്. പണ്ട് ചുംബന സമരം കേരളത്തിൽ നടന്നപ്പോൾ ആദ്യം അതിനെ SFI സപ്പോർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞു, ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യം റോട്ടിലൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതോടുകൂടി SFI പിൻവാങ്ങി. DYFI